ഇതൊരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ എൻ്റെ ഡേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ചില ക്ലിപ്സൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വെതർ കൊള്ളാം, അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. സൺലൈറ്റ് ഉണ്ട്, എന്നാൽ ചൂടൊന്നുമില്ല. രാവിലെ നല്ല തണുപ്പുണ്ട്, പക്ഷേ നല്ല ബ്രൈറ്റ് ഡേ ആണ്. അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഡെൻ്റൽ കോളേജിൽ പോവുക. നമുക്ക് മെഡിക്കൽ കോളേജിൽ ഇറങ്ങി പിന്നെ ഡെൻ്റൽ കോളേജിലേക്ക് നടക്കണം. പിന്നെ ഹോസ്റ്റലിൽ നിന്നും ഈ ബസ് സ്റ്റാൻഡ് വരെ നടക്കണം. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. പിന്നെ എന്തായാലും പൈസ ചിലവാക്കല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ നടക്കും. ഇന്ന് നമുക്ക് ഒരുപാട് കേസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ജൂനിയേഴ്സൊക്കെ ലീവാണ്. അപ്പം നമ്മൾ തന്നെ എല്ലാ കേസും എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒ പി നോക്കലും പിന്നെ എക്സ്ട്രാക്ഷൻസൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ വേറൊരു പഴം മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. അതുകൊണ്ട് പണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചക്ക് കുറച്ച് ഹെവി ആക്കാന്ന് കരുതി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. രാത്രി പിന്നെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ സാധാ ചോറും കറി എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ച പൈനാപ്പിളും നൂഡിൽസൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇപ്പോൾ റീലാണല്ലേ പൈനാപ്പിളും പേരയ്ക്കയല്ല, അതും കൂടി ഉപ്പും മുളകൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളും ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ വിചാരിച്ച് അതങ്ങനെ എടുത്തു. പിന്നെ നൂഡിൽസ് ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചതാണ്, കുറേ ആയി അത് വാങ്ങി വെച്ചിട്ട്. അങ്ങനെ അതുണ്ടാക്കി കഴിച്ചു. അപ്പം തന്നെ വയറ് നല്ല ഫുള്ളായി. നമ്മൾ പിന്നെ വിശക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ ദിസ് ഈസ് ദ വെരി നെക്സ്റ്റ് ഡേ. ഇന്ന് നമ്മൾ ഡെൻ്റൽ കോളേജിലാണ് പോണത്. ഇന്നലത്തെ പോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയല്ല പോണത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് കഴിച്ചിട്ടാണ് പോണേ. അല്ലെങ്കിൽ തല കറങ്ങുന്നൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ പല്ല് പറിക്കുമ്പോൾ ഒരുപാട് എനർജിയും പോരാത്തിന് ചോരക്കളിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് രാവിലെ നന്നായിട്ട് ഫുഡ് കഴിച്ച് പോകുക എന്നുള്ളതാണ്. എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്നലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കറക്റ്റ് ഫുഡ് കഴിച്ച് വന്നു. പക്ഷേ ഇന്ന് പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. പൊതുവെ പേഷ്യൻസ് കുറവായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പേഷ്യൻസ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എല്ലാവരും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഇഷ്ടംപോലെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. നമ്മൾ മെഡിക്കൽ കോളേജിലും ഡെൻ്റൽ കോളേജിലൊക്കെ ആയിട്ട് മാറി നിൽക്കണതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മാം ഞങ്ങൾക്ക് പൈസ തന്നു. മാം എന്തെങ്കിലുമൊക്കെ വാങ്ങി വരാൻ പറഞ്ഞു ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ. അപ്പോൾ ട്രീ ഒന്നും എന്തായാലും വാങ്ങൽ നടക്കൂലല്ലോ. അപ്പം ഞങ്ങൾ മറ്റേ പച്ചമാലയും പിന്നെ ട്രീയിൽ തൂക്കുന്ന കുറച്ച് ഒന്നോ രണ്ടോ ഡെക്കോർ ഐറ്റംസ് വാങ്ങിയിട്ട് വന്നു. എൻ്റെ ഫ്രണ്ടിനോട് എപ്പോഴും പറയുന്നു, എനിക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അത് വെറുതെ അവരിങ്ങനെ വലിച്ചു വാരി കുറേ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട പോലെ. അപ്പോൾ അത് മര്യാദക്കൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ തോന്നുന്നു, സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിനൊക്കെ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അങ്ങനെ നമ്മളുടെ അടുത്ത് ട്രീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ DIY ആയിട്ട് യൂട്യൂബിൽ എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കി. അപ്പോൾ അതിൽ കണ്ടത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു 8 കാർഡ്ബോർഡ് പീസ് എന്തോ മുറിച്ച് വെച്ചിട്ട് ഒരു ട്രീ ഉണ്ടാക്കണതാണ്. അപ്പം നമ്മുടെ അടുത്ത് ആകെ 3 മാല എന്തോ ഉള്ളൂ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 ട്രയാങ്കിളുള്ള കാർഡ്ബോർഡ് പീസ് വെച്ച. അങ്ങനെ അതിൽ ഈ മാലയൊക്കെ ചുറ്റി വന്നപ്പോൾ അടിയിൽ കുറച്ച് പോർഷനിലേക്ക് മാലയില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മാല കണ്ടിട്ടാണ് ബാക്കി അങ്ങനത്തെ 3 മാല വാങ്ങിയത്. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്ക് അവരത് റീത്ത് പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ വൈറ്റ് കളറിലുള്ള ഒരു
മാല ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ മാല താഴെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ഞിയൊക്കെ കയറ്റി നമ്മുടെ കാർഡ്ബോർഡ് കാണുന്ന സ്ഥലത്ത്. പിന്നെ നമ്മൾ സ്റ്റാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറൊക്കെ നമ്മൾ ട്രീൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് പിന്നെ ബാക്കി ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രീയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ സ്റ്റാറും ക്രിസ്മസ് ഓർണമെന്റ്സ് ഒക്കെ വന്നപ്പോൾ ട്രീ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളോട് എല്ലാവരും പറയുകയും ചെയ്തു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രീ ആണെന്ന് പറയില്ല, നല്ല ഭംഗിയിൽ വൃത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം ഇവിടെ നടന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുൽക്കൂട് പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ അടിപൊളിയായി. ഡെന്റൽ സ്റ്റോർ നമുക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ നമ്മളുടെ ഡെന്റൽ എക്യുപ്മെൻറ്റ്സ് മെറ്റീരിയൽസ് ഒക്കെ വെക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അവർ എന്തായാലും നമുക്കൊരു കേക്കൊക്കെ തന്നു. അപ്പോൾ നമ്മളെല്ലാവരും അത് മുറിച്ച് കഴിച്ചു. എല്ലാവരും ഒരു കുഞ്ഞ് വളരെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ പോലെ അവിടെ നടന്നു. അങ്ങനെ നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ മുല്ലക്കൽ ചെറുപ്പുണ്ട്, ആലപ്പുഴ ഒരു മുല്ലക്കൽ ഒരു അമ്പലത്തിൻ്റെ ഉത്സവമാണ്. നല്ല അത്യാവശ്യം വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അത് കാണാൻ പോകാൻ ഓൾറെഡി പ്ലാൻ ചെയ്താണെന്ന് പോവാൻ. അപ്പോൾ നമ്മളൊരു 10-15 ആൾക്കാർ അത് കാണാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ഓച്ചിറ ഇതേപോലൊരു ഉത്സവം കാണാൻ പോയതേ ഉള്ളൂ. പക്ഷെ അവിടത്തേനെക്കാട്ടിലും ഭംഗി ഈ ഉത്സവം തന്നെയാണ് കേട്ടോ. അവിടെ കുറച്ചും കൂടി വലിയ ഏരിയ ഉണ്ട്, പക്ഷെ ഇവിടെ നല്ല ഓർഗനൈസ് ചെയ്തതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വാക്ക് വേയും അതേപോലെ ഷോപ്സൊക്കെ തൊട്ടപ്പുറമായിട്ട് കുറേ ഷോപ്സും നല്ല നല്ല ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമുക്കങ്ങനെ കണ്ടാൽ വാങ്ങാൻ തോന്നുന്ന ടൈപ്പ്. അങ്ങനെ കുറേയൊക്കെ നമ്മൾ വാങ്ങാതെ പിടിച്ചു നിന്നു. പിന്നെ നമ്മൾ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. നമുക്ക് പിന്നെ ഇവിടെ വെച്ചാൽ നല്ല ഫുഡാണല്ലോ മെയിൻ. അതുകൊണ്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈയും പാനിപൂരിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ അവിടെ നിന്ന് വാങ്ങി അങ്ങോട്ട് സ്റ്റഫ് ചെയ്യണമെന്ന് വിചാരിച്ചു, കാരണം നമുക്ക് രാത്രി കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ.
ഇരിക്കുമ്പോൾ കുറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കണ്ടൊരു 3-4 ടൈപ്പ് മുറുക്ക് വാങ്ങിയിട്ടുണ്ട്. 3 ടൈപ്പ് മുറുക്ക് വാങ്ങി നമ്മൾ 250 ഗ്രാമും. പിന്നെ അവിടെ ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ടായിരുന്നു, ഇതേപോലെ സ്പിൻ വീലും പിന്നെ തോണി പിന്നെ ഡാൻസിങ് കാറ്. അങ്ങനെ ഞങ്ങൾ ഡാൻസിങ് കാറിൽ കയറി ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും നല്ല തല കറങ്ങുന്ന പോലെ, ഛർദ്ദിക്കാൻ വരുന്ന, ആർക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു എനർജി എല്ലാവർക്കും അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് എവിടെയെങ്കിലും ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കണം, നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ വരുന്ന വഴി നമസ്തേ ടിഫിൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ അവിടെ കയറി. പക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അവിടുത്തെ ഗീ റോസ്റ്റാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ ഒരാൾ ഇഡ്ഡലി, നോർമൽ ഇഡ്ഡലി ആൻഡ് സാമ്പാറും ചട്നി അതൊക്കെ. പിന്നെ വേറൊരാൾ ചാന ഭട്ടൂര വാങ്ങി. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ഗീ റോസ്റ്റ് നമസ്തേ ടിഫിൻ്റെയാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അങ്ങനെ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാണിക്കാൻ. ഈ വീഡിയോ അവിടെ തീരാൻ പോവാണ്. സോ ഇവിടെ വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.